കലാപാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. അതുപോലെ സിനിമയും നൃത്തവും ഒരുപോലെ ഉപാസിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്ത് അമ്മേനെ തന്നാൽ കഴിയാവുന്ന വിധം സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം നിരഞ്ജന നിരഞ്ജനക്കുട്ടി. യെസ് ചേച്ചി, വെൽക്കം ടു സൺഡേ ഫാമിലി. നമ്മൾ രണ്ടുപേരും ഒരേ ഗുരുവിന്റെ ശിഷ്യകളാണ്. അപ്പൊ ആ ഒരു അടുപ്പം ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരേ തായ് വഴിയിൽ നിന്ന് വരുമ്പോൾ അതിന്റെ ഒരു എഫെക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഞാൻ നിരഞ്ജനയുടെ ഗോവിന്ദ മാധവൻ കാണാൻ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു. എനിക്ക് അന്ന് കുറെ സംസാരിക്കാൻ പറ്റിയില്ല, പക്ഷെ അന്ന് ഞാൻ ചേച്ചിയുടെ അന്നത്തെ മെസ്സേജ് വാസ് എ ബിഗ് റിലീഫ് ഫോർ മീ. കാരണം കമ്മിങ് ഫ്രം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വളരെ എന്താ പറയുക പ്രോബബ്ലി അമച്വർ ആയിട്ടുള്ളൊരു പരിപാടി ആയിരുന്നിട്ടുണ്ടാവാം ഇൻ യുവർ ഐസ്. പക്ഷെ കമ്മിങ് ഫ്രം യു സച്ച് എ കമന്റ് വാസ് എ വലിയൊരു റിലീഫ് ആയിരുന്നു. ആ കമന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. യു ആർ എ നീറ്റ് ഡാൻസർ. താങ്ക് യു. ഏതു പാട്ടിൻ നീണം ഒന്നായി കേട്ടു നമ്മൾ. അഭിനയ അല്ലെങ്കിൽ സിനിമാ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് നിരഞ്ജനക്കുട്ടിക്ക്. രഞ്ജിത്തേട്ടൻ നമുക്കെല്ലാവർക്കും ബഹുമാനിക്കുന്ന മഹാനായ വ്യക്തി അമ്മാവനാണ്. 26 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത ദേവാസുരം അല്ലെങ്കിൽ റിലീസായ ദേവാസുരം എന്ന് പറയുന്ന സിനിമ, അന്നൊരു വലിയ ട്രാൻസിഷനാണ് നടക്കുന്നത്. അപ്പോൾ അതും കണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗമായ ഒരു കുട്ടി. രഞ്ജിമാമ ഞങ്ങളുടെ ഫാമിലിക്ക് തന്നൊരു ബ്ലെസ്സിംഗ് ആണ് ദേവാസുരം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ. മുത്തശ്ശനെയും അമ്മമ്മേനെയും ഒക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇമ്മോർട്ടലാക്കിയൊരു കാര്യമാണ്. പക്ഷെ വലിയ കോമഡി എന്താ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് മുത്തശ്ശന്റെയും അമ്മമ്മയുടെയും കഥയാണ് ദേവാസുരം എന്നുള്ളത് അന്നേ അറിയില്ലായിരുന്നു. അത് ശരി. അപ്പം മൂവി ഇറങ്ങി ഏകദേശം നന്നായി ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഇവരെല്ലാരും കൂടെ മൂവി കാണാൻ പോയി. എൻ്റെ അമ്മയല്ലേ, അമ്മ പടം കണ്ടു കഴിഞ്ഞിട്ട് രഞ്ജിത്ത് എനിക്ക് പടം ഇഷ്ടമായിട്ടില്ല, ഫുൾ ഇടിയും കുത്തും, എനിക്ക് മടുത്തു, കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ല, അതാണ് പറയണത്. ദേവാസുരം പോലൊരു പടം നാരായണി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അമ്മ അന്ന് തൊട്ടൊരു സിനിമ, അമ്മ ഇപ്പോഴും അധികം ഒരു ആർഡൻ മൂവി വാച്ചർ ഒന്നും അല്ല. അമ്മയ്ക്ക് കുറച്ച് നല്ല കോമഡി വേണം, നല്ല എന്റർടൈനർ ആയിരിക്കണം എന്നുള്ള രീതി. അമ്മയ്ക്ക് സ്റ്റണ്ടും സെന്റിമെന്റ്സ് ഒക്കെ ഭയങ്കര പ്രശ്നം. അപ്പൊ അന്ന് അമ്മയുടെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു അമ്മ കോളേജിൽ പോയി അമ്മയുടെ ഫ്രണ്ട്സിന് റൈറ്റപ്പ് ഒക്കെ വരുമല്ലോ അന്ന്. അങ്ങനെയാണ് അമ്മ പറയുന്നത്, ഓ ഇത് ഇങ്ങനെയായിരുന്നു അല്ലേ, സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കഥ അങ്ങനെയായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇത്. പക്ഷെ എനിക്കും ദേവാസുരം എനിക്ക് അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അവരുടെ ഒരു കഥ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യം കൂടെ ഉണ്ട്. പൊതുവെ ഗ്രാൻഡ് പേരൻസിന്റെ ലവ് സ്റ്റോറി ആ ഒരു ടൈമൊന്നും നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് ഇൻഡയറക്ട്ലി വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അമ്മമ്മ ഡാൻസർ ആയിരുന്നു? ഓ, അമ്മമ്മ ഡാൻസർ ആയിരുന്നു. മുത്തശ്ശൻ പാരലൈസ്ഡ് ആയിരുന്നു. അപ്പം അമ്മമ്മയ്ക്ക് അങ്ങനെ പെർഫോമൻസ് പോയിട്ട് ഷിക്കോട്ടിന് ചെയ്യുന്നു. അത് അമ്മയിലൂടെ സാധിച്ചു. അങ്ങനെ ചെറുമക്കളിലൂടെ ചെറിയ ചെറിയ ജീൻസ് എനിക്കും കിട്ടി. അച്ഛനായിരിക്കും ഡോറ് തുറക്ക്. അച്ഛാ, ജയന്തി മാമ, how are you? I'm the best. ഇതുപോലെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കോംപ്ലിമെന്റ് എന്താ? കോംപ്ലിമെന്റ്സ് കൂടുതലും ഒരു ഷോ കഴിഞ്ഞാൽ എവറി ഡാൻസ് അല്ലെങ്കിൽ എവറി ആർട്ടിസ്റ്റ് വുഡ് ലവ് ഗെറ്റിംഗ്. മനസ്സിൽ തട്ടി നിൽക്കണ ഒരു ഇതുണ്ടാവില്ലേ? ശോഭന കടോടെ ഡാൻസ് ചെയ്തു. അതൊരു ഏതൊരു ഡാൻസറിനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. അത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു എനിക്ക്. ഭയങ്കര ലക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സമയമായിരുന്നു. JT പാക്കിലായിരുന്നു പെർഫോമൻസ്. ചോയ്സിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അന്ന് ശോഭന മാമിന്റെ ട്രൂപ്പില് ഒരു കുട്ടി ഫെൽ സിക്ക്, സുഖമില്ലാതെയായി. അപ്പം അങ്ങനെ വന്നപ്പം ഒരു കുട്ടിയെ ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്ന് ഐ തിങ്ക് JT പാക്കിന്റെ അവർക്ക് എന്നെ അറിയായിരുന്നു. അപ്പൊ എന്റെ ടീച്ചർ തന്നെയാണ് വിളിച്ചത്, ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയെ ആവശ്യമുണ്ടെന്നാണ്.
ശോഭന മാമിന്റെ ഷോ JT പാക്കിൽ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങ് പോയി. അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ മാമിനെ മീറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞ് വൈകിട്ട് ഓൺ സ്റ്റേജ് ആണ്. അതിന്റെ ഒരു ടെൻഷനും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അത്രയും സമയം കൊണ്ട് പഠിച്ചു. ഇറ്റ് വാസ് എ വെരി സ്മോൾ പാർട്ട്. അപ്പം മാം ചെന്നു. എന്തായിരുന്നു ചെയ്തത്? അത് ഒരു പെർട്ടിക്കുലർ സീനില് ഏഞ്ചൽസിന്റെ ഒരു വരവുണ്ടായിരുന്നു. അതില് ഷീ നീഡഡ് ഒരു പെർട്ടിക്കുലർ ഏഞ്ചൽ. ആ ഒരു പെർട്ടിക്കുലർ ഏഞ്ചലായിരുന്നു ഞാൻ. മാലാഖയായിട്ട്. അപ്പൊ മാം വളരെ സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്. ചെയ്യേണ്ട സ്റ്റെപ്സ് കാണിച്ചു തന്നു. ഇന്നതാണ് സ്പീക്കിംഗ് പാർട്സ്. ഓഫ് കോഴ്സ് ഇത്രയും കുറവ് സമയം കൊണ്ട് പറ്റില്ല, അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്കത് ലോട്ടറി അടിച്ച പോലെയായിരുന്നു. മാമിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ വാസ് അമേസിങ്. ആ ഒരു സീൻ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഷി വാസ് വെരി ഹാപ്പി. ആള് വന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് മാം എന്താ പറഞ്ഞതെന്ന് ശരിക്കും പറഞ്ഞാൽ തലയിൽ പോയിട്ടില്ല. ഐ വാസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മാമിനെ കാണാനും. പിന്നെ മാം പെർഫോം ചെയ്യുന്നത് ഓൺ സ്റ്റേജ് അടുത്തുനിന്ന് കാണുക. ഞാൻ പൊതുവെ ഒരു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വന്ന് കാണുക എന്നല്ലാതെ മാമിന്റെ കൂടെ നിന്ന് ആ എനർജിയും ആ വൈബും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാൾ ഇത്ര അടുത്ത് നിന്ന് പെർഫോം ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് അതായിരിക്കും അല്ലെ ഡാൻസർ ലൈഫില്. അതും പിന്നെ മേമയുടെ കൂടെ പെർഫോം ചെയ്തിരുന്നു 9th. അത് കൂടുതലും മഞ്ജു ചേച്ചിയുടെ കൂടെ ഞാൻ കോഴിക്കോട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള പെർഫോമൻസസ് ആണ് എനിക്ക് കിട്ടിയത്. അത് മുത്തശ്ശന്റെ ഓർമ്മ ദിവസം എല്ലാ കൊല്ലവും കോഴിക്കോട് ഉണ്ടാവലുണ്ട് September 19th. അപ്പൊ ഒരു കൊല്ലം മേമയുടെ കോൺസേർട്ട് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അപ്പം നിനക്കും കൂടെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ നമ്മളും ഓക്കെ അടിപൊളി ചെയ്യാവുന്നത്. അപ്പം റിഹേഴ്സൽസും അങ്ങനെയായിരുന്നു. മേമയും ഞാനും ഒന്നിച്ച് ചെയ്യും. പക്ഷെ വൻ കോമഡി ആയിരുന്നു എനിക്കത്. കാരണം മേമ റിഹേഴ്സലിന്റെ സമയത്ത് നമ്മുടെ കയ്യിൽ പഠിക്കുന്നു അല്ല എനിക്ക് ഓർമ്മയില്ലെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ചില്ല എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. അപ്പൊ മേമ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഡൗട്ട്സ് ചോദിക്കുന്നത് അപ്പൊ എനിക്കൊരു മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലായിരിക്കും എന്നൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോ ആ ട്രാൻസ്ഫർമേഷൻ ഓൺ സ്റ്റേജ് ഞാൻ വിറ്റ്നസ് ചെയ്തത് മേമയിലാണ്. ദ മഞ്ജു വാര്യർ നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന ഒരാളുടെ ട്രാൻസ്ഫർമേഷൻ ഓൺ സ്റ്റേജ് ഒയ്യോ ഒരു അവതാരമൊക്കെ വന്ന പോലെയായിരുന്നു എനിക്ക്. അത് ഇതേപോലെ തന്നെ ശോഭനമാനെ പോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് കെയിം വെരി ഏർലി. എനിക്ക് കുറച്ചും കൂടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ചെറിയ ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയണ ഒരു സമയമായിരുന്നു ഈ 2 സ്റ്റേജ്. ഡാൻസ് ലൈഫില് എന്താണ് നിരഞ്ജനയുടെ എയിം? എനിക്കൊരു ആഗ്രഹമാണുള്ളത്. ആസ് എ ഡാൻസർ എപ്പോഴും മൂവീസ് ചെയ്യുന്നതിന് മുന്നേ കച്ചേരികൾ ചെയ്യാൻ എപ്പോഴും എല്ലാവർക്കും വലിയ ആഗ്രഹമായിരുന്നു. അപ്പം പരിപാടികള് കുറച്ചൊക്കെ അല്ലേ വരുള്ളൂ ഇനീഷ്യൽ സ്റ്റേജില്. പക്ഷെ അന്ന് പേയ്മെന്റ് ഇല്ലല്ലോ. അതാണ്. അപ്പൊ ഞാൻ പൊതുവെ കോളേജ് വരുമ്പം പരിപാടി ഉണ്ട്, ചെയ്യണം, സ്ലോട്ട് ഉണ്ട് 1 മണിക്കൂർ. അപ്പൊ നമ്മൾ ഈ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് മാക്സിമം പോയാൽ 10,000, ഏറ്റവും കൂടുതൽ അത്ര നല്ല പരിപാടിയാണെങ്കിൽ 30. പക്ഷെ ഡാൻസിന്റെ എക്സ്പെൻസ് ചേച്ചിക്ക് അറിയാലോ, എന്തായാലും ഒരു 50 above കയറി പോകും. പക്ഷെ ആഗ്രഹം കൊണ്ട് നമ്മൾ എന്തായാലും പോയി നമ്മൾ തന്നെ എക്സ്പെൻസ് എടുത്ത് കൊണ്ടുവരും. എന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ എപ്പൊ നടക്കുന്നൊന്നും എനിക്കറിയില്ല. പുനർജനിയിൽ അമ്മ പണിയുന്ന സ്കൂളില് എനിക്ക് കംപ്ലീറ്റ് എക്സ്പെൻസസ് വഹിച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അവരെ കണ്ടന്റ് ആക്കി അവരെ ഹാപ്പി ആക്കി ഫുൾ ഓർക്കസ്ട്ര അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ വിത്തൗട്ട് ബാർഗെയിൻ, ഒരു പേശലില്ലാതെ അവരെ കൊണ്ടുവന്ന് കണ്ടന്റ് ആക്കി നല്ലത് കാണാൻ ആഗ്രഹമുള്ള എല്ലാ റെസിപ്പീസിനെയും കൊണ്ടുവന്ന് നല്ല നല്ല കുറച്ച് പരിപാടികൾ അവരെ നല്ല ജെന്യുവൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് നടത്തുന്നു. എന്നെക്കാട്ടും ഒക്കെ ഒത്തിരി കഴിവുള്ള കച്ചേരികൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുക. പിന്നെ ഒരു സ്വാർത്ഥ മോഹം കൂടി, എനിക്ക് കച്ചേരികൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്കും കൂടെ കാണാനുള്ള ഒരു അവസരം, കൂട്ടത്തിൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു അവസരം ഒരുക്കുക. ഇതെപ്പം നടക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ ആഗ്രഹം മനസ്സുകൊണ്ട്. ഒരു കാര്യം കൂടി,
വാട്ട് മേക്സ് യുവർ സൺഡേ ഫൺ ഡേ? സൺഡേസ് എനിക്ക് ഏറ്റവും ഇഷ്ടം പണ്ട് മുതലേ അച്ഛൻ്റെ സിസ്റ്ററും മക്കളും ഒക്കെ കൊച്ചി തന്നെയാണ്. അപ്പൊ കുഞ്ഞുനാൾ മുതൽ എല്ലാ സൺഡേയും നമ്മളെല്ലാവരും ഒന്നിച്ചാണ്. കസിൻസ് എല്ലാവരും ഒന്നിച്ചാണ്. പൊതുവെ പണ്ടൊക്കെ കുട്ടികളെ വീട്ടിലാക്കും, ഇവരെല്ലാവരും പുറത്തു പോകും. അപ്പോൾ 1 ഫുൾ ഡേ ഹൗസ് നമ്മുടെയാ. അപ്പൊ ഞങ്ങളുടെ എല്ലാ തോന്നിയാസ കളികളും. അത്യാവശ്യം കുരുത്തക്കേടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇപ്പത്തന്നെ നിങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. പുനർജനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ്കോഴ്സ് റെഗുലർ ക്ലാസ്സസ് അമ്മയുടെ എപ്പോഴും നടക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എൻ്റെ ഈ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ഒരു പ്രോസസ്സിലാണ്. അത് വഴി സമയമാകുമ്പോൾ നടക്കും എന്നുള്ളൊരു വിശ്വാസം. ഇപ്പം കറന്റ്ലി നമുക്കൊരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്, കംപ്ലീറ്റ് പെർഫോം എന്ന് പറഞ്ഞിട്ട് അമ്മയും ഞാൻ സ്റ്റോറി കാണാറുണ്ട്. നിരഞ്ജന കുച്ചിപ്പുടിയാണ് കളിക്കാൻ പെർഫോം ചെയ്യുന്നത്. ഞാൻ കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടിയാണ് ഇഷ്ടം. ആ ഇഷ്ടം ഒന്ന് അറിയിക്കാൻ പറ്റുമോ? ചേച്ചി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയിക്കാം. റെഡി? ഓക്കെ, നോക്കാം. ധലങ്കുതോ തക്കത്തതിക്കിത്തതോ ധലങ്കുതോ തക്കത്തതിക്കിത്തതോ ധലങ്കുതോ ധലങ്കുതോ തക്ക ദിക്കി തക്കത്തതിക്കിത്തതോ തക്ക ദിക്കി തക്കത്തതിക്കിത്തതോ തക്ക ദിക്കി ജന്നു കിടതക തരകതോ തദ്ദി ദന്നത്തദിന്ദ തദ്ദി നൈസ്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാം വിചാരിച്ച പോലെ തന്നെ നല്ലൊരു ഫെസ്റ്റിവൽ ഓർഗനൈസർ ആവാൻ സാധിക്കട്ടെ. നല്ല നല്ല സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്നും ഉണ്ടാവട്ടെ. അതിലും നല്ല മനസ്സുണ്ടെന്ന് എനിക്കറിയാം പേഴ്സണലി. അതും അതുപോലെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാ ദിവസവും ഫൺ ഡേ ആവട്ടെ. താങ്ക് യു സോ മച്ച്. നൈസ് മീറ്റിംഗ് യു വൺസ് അഗൈൻ. Once again.